ദുരന്തത്തിന് ശേഷവും തുരങ്കപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രദേശത്ത് കൂട്ടിയിട്ട മണ്ണ് മാറ്റാത്തത് പ്രദേശവാസികൾക്ക് ആശങ്ക. ഇനിയും മണ്ണിടിച്ചിലുണ്ടാകുമോ എന്നാണ് ഭയം. അപകട സാധ്യതയുള്ള മേഖലയിൽ എന്ത് വിശ്വസിച്ചാണ് അന്തി ഉറങ്ങുക എന്നും ഇവർ ചോദിക്കുന്നു. അടിയന്തരമായി മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വീട് തന്നെ ഉപേക്ഷിച്ച് പോകേണ്ടി വരുമോ എന്നാണ് ഇവരുടെ ആശങ്ക. കൂട്ടിയിട്ട മണ്ണ് മാറ്റണമോ എന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഒരു ധൈര്യം ഇവിടെ കിട്ടണില്ല കടന്നുറങ്ങാൻ. ഇതുവരെ ഞങ്ങൾക്കൊരു ധൈര്യത്തിൽ ഞങ്ങൾ 10-21 കൊല്ലമായി ഇവിടെ നിൽക്കണം. ഇതുവരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ ഇവിടെ വന്നിട്ടില്ല. ഇപ്പോൾ ഈ മണ്ണ് ഇവിടെ കൂട്ടിയിട്ടപ്പോൾ ഇനിയിപ്പോൾ ആ മണ്ണ് വാരാതെ ഞങ്ങൾ ഇവിടെ എങ്ങനെ നിൽക്കുക? ഞങ്ങൾക്ക് പേടിയാകുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ. പിന്നെ വാടകക്കൊക്കെ പോയാൽ ഞങ്ങൾക്ക് 2-3 മാസമൊക്കെ ഒരു വാടക തരും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വാടക ഞങ്ങൾ കൊടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. ഈ ഭർത്താവ് പണിക്ക് പോയിട്ട് തൊഴിലുറപ്പിന് പോയിട്ടാണ് ഞങ്ങളുടെ ജീവിതം ഉള്ളത്. അപ്പം ഞാൻ പണിക്കൊന്നും പോകണില്ല. അപ്പം ഞങ്ങൾ എങ്ങനെ ഇപ്പം ഞങ്ങളെ ജീവിതം ആകുക എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമത്തിലായിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. വയനാട് നിന്ന് ലിൻഡോ തോമസ് നമുക്കൊപ്പം തത്സമയമുണ്ട്. ലിൻഡോ, ഗുഡ് മോർണിംഗ്. കണ്ണ് മുന്നിൽ ഒരു ദുരന്തം നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ദുരന്ത പശ്ചാത്തലം ഇനിയും മാറിയിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ ഈ അനാസ്ഥ നിലനിൽക്കുന്നത്? ഈ മണ്ണ് മാറ്റാൻ എന്താണ് പ്രശ്നം? ഈ ജില്ലാ ഭരണകൂടത്തിന് മുന്നിലുള്ള പ്രതിസന്ധി എന്താണ്? ഗുഡ് മോർണിംഗ് സേതു. ഇപ്പോൾ നമ്മൾ കണ്ട ഈ ഖദീജയെ പോലെ ഒരുപാട് പേർ ആ പ്രദേശത്തെ ഈ ദുരന്ത മേഖലയിൽ താമസിക്കുന്ന ഒരുപാട് പേർക്ക് വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് അവർ ജീവിക്കുന്നത്. ഈ ഖദീജ ഈ അപകടം നടക്കുന്ന സമയത്ത് ആ അപകടത്തിൻ്റെ ദൃക്സാക്ഷി കൂടിയാണ്. ഈ മീനാക്ഷി പാലത്തിന് തൊട്ട് സമീപമാണ് ഈ ഖദീജയുടെ വീടുള്ളത്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഈ ദുരന്തമുണ്ടായ സമയം മുതൽ ഈ ദുരന്തത്തിന് കാരണമായി പറയപ്പെടുന്ന തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ട മണ്ണാണ് ഏറ്റവും പ്രധാന കാരണമായി. ഈ ദുരന്തമുണ്ടായ അന്ന് തൊട്ട് പറയപ്പെടുന്ന ഈ മണ്ണ് ഇതുവരെയും മാറ്റാനുള്ള നടപടികൾ ഇത് സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക. അതുകൊണ്ട് തന്നെ ഈ അപകട മേഖലയിൽ എങ്ങനെ അന്തി ഉറങ്ങാൻ സാധിക്കും? എന്ത് വിശ്വസിച്ചാണ് ഞങ്ങൾ അന്തി ഉറങ്ങുക എന്ന ചോദ്യമാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത്. പ്രധാനമായും ജൂൺ 14 ഈ അപകടമുണ്ടാകുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ കളക്ടർ ഈ കൂട്ടിയിട്ട മണ്ണ് ഈ ഭാഗത്തുനിന്ന് മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയതായി ദുരന്തത്തിന് ശേഷം CM അടക്കമുള്ള ആളുകൾ അറിയിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ദിലീപ് കമ്പനി ഈ നിർമ്മാണ കമ്പനി പറയുന്നത് ഈ മണ്ണ് മാറ്റാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം സർക്കാർ നൽകാത്തത് കൊണ്ടാണ് ഈ മണ്ണ് മാറ്റാത്തത് എന്നാണ്. ഇങ്ങനെയുള്ള ഈ ദുരന്തത്തിന് ശേഷം പ്രധാനമായും ഈ ദുരന്തത്തിന് കാരണമായി അല്ലെങ്കിൽ ദുരന്തത്തിന് ആക്കം കൂട്ടാൻ കാരണമായി പറയപ്പെടുന്ന ഈ മണ്ണ് ഈ ജൂലൈ 7-ാം തീയതിയാണ് ദുരന്തമുണ്ടാകുന്നത്. ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടിട്ടും ഈ മണ്ണ് മാറ്റാനുള്ള യാതൊരു നടപടികളും ഇതുവരെയും അവിടെ സ്വീകരിച്ചിട്ടില്ല. പ്രധാനമായും ഇതിൽ പറയുന്നത് ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഈ മണ്ണ് മാറ്റാനുള്ള ആലോചന നടക്കുന്ന സമയത്ത് ഈ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ദിലീപ് ബിൽക്കോൺ കമ്പനി പറഞ്ഞത് ഇപ്പോൾ ഈ മണ്ണ് ഇവിടുന്ന് മാറ്റുന്നത് കൂടുതൽ അപകടകരമാകും എന്ന ഒരു വാദമാണ് ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ എക്സ്പെർട്ട് കമ്മിറ്റി ഈ 7 ദിവസമായിട്ടും ഈ മണ്ണ് മാറ്റണമോ വേണ്ടയോ എന്ന് പഠിക്കാൻ തീരുമാനിച്ച എക്സ്പെർട്ട് കമ്മിറ്റി ഇതുവരെയും ഈ പ്രദേശത്ത് സന്ദർശനം നടത്തുമോ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും മുന്നോട്ട് പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അനിശ്ചിതാവസ്ഥയിൽ തുടരുകയാണ്. ഇത് പ്രദേശവാസികളെ വലിയ രീതിയിലുള്ള ഒരു വിഷമത്തിലേക്കാണ് എത്തിക്കുന്നത്, വലിയ ആശങ്കകളിലേക്കാണ് എത്തിക്കുന്നത്. സേതു.